നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, വീണ്ടും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക്. നമ്മുടെ വീഡിയോ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ ഒരു അനുഭവകഥ എന്നൊക്കെ പറയുമ്പം വലിയൊരു സംഭവമാണെന്ന് നിങ്ങൾ കരുതരുത്. നമ്മുടെ അടുത്ത സുഹൃത്ത്, ഒരു സഹോദര തുല്യനായ ഒരു സുഹൃത്ത് ഷിൻഡോ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ പോളണ്ടിൽ ഒരു ജോലിയിൽ കയറി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ ചെയ്തപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു, ഞാൻ ഇന്ന കണക്ക് ഇങ്ങനെ പോകുന്നു അങ്ങനെ പോകുന്നു. ഇതിന്റെ ഇടയ്ക്ക് വേറൊരു സുഹൃത്ത് വന്നൊരു നെഗറ്റീവ് അടിച്ചു. അതായത് നിങ്ങൾ പറയുന്നത് ഇങ്ങനെയാണല്ലോ, നിങ്ങൾ പോസിറ്റീവ് പറയൂ, നെഗറ്റീവ് എന്തിനു പറയുന്നു, നെഗറ്റീവ് പറഞ്ഞ് മറ്റുള്ളവരെ നിരാശപ്പെടുത്തരുത് എന്ന്. അപ്പൊ ആ സുഹൃത്തിനും ഇത് മറ്റുള്ള സുഹൃത്തുക്കൾക്ക് അറിയാവുന്നവർക്കും അറിഞ്ഞുകൂടാത്തവർക്കും വേണ്ടി ഷിൻഡോയുടെ അനുഭവകഥ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. അപ്പൊ അതിനുവേണ്ടി മാത്രം ഷിൻഡോ നാട്ടിലൊരു ഡ്രൈവറായിരുന്നു, ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ളൊരു ഹെവി വണ്ടി ഓടിക്കുന്ന ഡ്രൈവറായിരുന്നു. ഇവിടെ വന്ന് പുള്ളി ഇപ്പൊ ട്രെയിലർ ഓടിക്കാൻ തുടങ്ങി. അപ്പൊ അതിനകത്തേക്ക് വന്നിട്ടുള്ള ആ ഒരു കാര്യങ്ങളിലെ വ്യത്യാസങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ ഒരു ചെറിയൊരു വീഡിയോ ഇപ്പൊ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ ഷിൻഡോയെ നമ്മൾ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷിൻഡോ നമസ്കാരം. നമസ്കാരം. അപ്പൊ ഷിൻഡോ നമ്മൾ അടുത്ത സഹോദര തുല്യനായ സുഹൃത്ത് തന്നെയാണ്. അപ്പൊ ഷിൻഡോയുടെ അനുഭവത്തെ കുറിച്ച് ഞാൻ ഷിൻഡോയോട് ചോദിക്കാം. ഷിൻഡോ എത്ര നാളായി പോളണ്ടിലേക്ക് വരാനായിട്ട് ഒരു കാത്തിരിപ്പ് നടത്തി? നാട്ടില് ഒരു 1.5 കൊല്ലം എന്തായാലും കാത്തിരുന്നു. 1.5 കൊല്ലം. അതിനായിട്ട് ഇന്റർവ്യൂ കൊടുത്തോ, അല്ലെങ്കിൽ ഷിൻഡോയ്ക്ക് എങ്ങനെ ആളിനെ കിട്ടി, കണക്ഷൻ എങ്ങനെ കിട്ടി? നാട്ടിൽ വെച്ച് ഒരു ബോർഡ് ഇങ്ങനെ കണ്ടപ്പോ അതിലത്തെ ആളിനെ വിളിച്ചു. അങ്ങനെ വിളിച്ച് പുള്ളി 4 മാസം കൊണ്ട് പോകുന്നു പറഞ്ഞു. പിന്നെ 4 എന്നുള്ളത് 6, 8 പിന്നെ അത് ഉപേക്ഷിച്ച്. പിന്നെ പെട്ടെന്ന് പെർമിറ്റ് വന്നു. പിന്നെ ജനുവരി ആയപ്പോഴേക്കും കാര്യങ്ങൾ സ്പീഡായി. പിന്നെ അങ്ങനെ VFS ഡേറ്റ് നമ്മൾ പൈസ കൊടുത്തെടുത്ത് 5-ാം മാസം ആകുമ്പോഴേക്കും മിസ് അടിച്ച് നേരെ കയറി. VFSന് ഷിൻഡോ എത്ര രൂപ കൊടുക്കേണ്ടി വന്നു? 70,000 രൂപ. 70,000 രൂപ കൊടുക്കേണ്ടി വന്നു. അവിടെ ഉള്ളിലുള്ള ചാർജുകൾ വേറെ. ഉള്ളിലുള്ളതെന്ന് പറഞ്ഞാൽ വിസ അടിക്കുന്നതും അങ്ങനെയുള്ള അതിനുള്ള ഫീസ് മാത്രമേ നമുക്ക് ആവുന്നുള്ളൂ. അപ്പൊ തന്നെ സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കണം, VFS എന്ന് പറയുന്ന ഒരു സംഗതി യഥാർത്ഥത്തിൽ ഒരു പൈസ ചെലവില്ലാതെ കിട്ടുന്ന ഒരു കാര്യമാണ്. അതിന് ഷിൻഡോയ്ക്ക് 70,000 രൂപ ചെലവായി. കാര്യം ഷിൻഡോ നമ്മളെ ഇപ്പൊ എല്ലാവരും ഒരേപോലെ ഒന്നല്ലല്ലോ. ഷിൻഡോയ്ക്ക് അത്ര അതിനെക്കുറിച്ച് അറിയില്ല. ഷിൻഡോ ആദ്യമായി നാട്ടിൽ നിന്ന് വരുന്നു. അപ്പൊ ഷിൻഡോ അറിയാവുന്നവരെ ഏർപ്പെടുത്തി. പക്ഷെ എന്തായാലും ഷിൻഡോയുടെ കാര്യങ്ങളൊക്കെ നടന്നു. ചെയ്തവരെല്ലാം ആരും ചതിച്ചിട്ടൊന്നുമില്ല, പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. പക്ഷെ എപ്പോഴും എല്ലാം ഒരേപോലെ ആവണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഷിൻഡോയെ ഇരുത്തി തന്നെ നമ്മൾ ഇതൊരു സംസാരം നമ്മൾ ചോദിക്കുന്നത്. എന്നിട്ട് ഷിൻഡോ നാട്ടിൽ വരുന്നതിന് മുമ്പ് ഷിൻഡോയ്ക്ക് ട്രെയിലർ ലൈസൻസ് ഉണ്ടായിരുന്നോ? ട്രെയിലർ ലൈസൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ എനിക്ക് തൃശ്ശൂരായ സീല് വെച്ച് തന്നില്ല. IDP പുതിയ ടൈപ്പ് ആക്കിന്ന് പറഞ്ഞു. അപ്പൊ സീല് കിട്ടാൻ വേണ്ടി ഞാൻ വിസ അടിച്ചിട്ടും ഒരു 2 മാസം നാട്ടിൽ തന്നെ നിന്നു. ആ സമയത്ത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ഒരു സമരം കാര്യങ്ങളൊക്കെ നടക്കായിരുന്നു. അപ്പൊ അവിടെ ചെന്നാലും അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ 2 മാസം നമ്മുടെ പോയി ട്രെയിലറിന്റെ ലൈസൻസ് എടുത്ത് വീണ്ടും IDPക്ക് അപേക്ഷിച്ച് അങ്ങനെ കയറി വരുന്നത്. അപ്പം ട്രെയിലർ ലൈസൻസ് ഇല്ലായിരുന്നു, പക്ഷെ ഹെവി വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയായിരുന്നു നാട്ടിൽ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നാട്ടിൽ നിന്ന് ട്രെയിലർ എടുത്താണ് വരുന്നത്. പക്ഷെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഷിൻഡോ വരുന്ന സമയത്തൊക്കെ ട്രെയിലർ ലൈസൻസിന്റെ ആവശ്യം ഇല്ലായിരുന്നു. ആദ്യമൊക്കെ ഹെവി ലൈസൻസ് ഉള്ളവരെ, നാട്ടിലെ ഹെവി ലൈസൻസ് എന്ന് പറഞ്ഞാൽ ട്രക്ക് ലൈസൻസ് 10 ടണ്ണോ 15 ടണ്ണോ 20 ടണ്ണോ ഓടിക്കുന്ന ഹെവി ട്രക്ക് ലൈസൻസ് ഉള്ളവർക്ക് വന്ന് കൺവേർഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഷിൻഡോ പറയുന്നത് പറഞ്ഞാൽ ഷിൻഡോ വരുന്നതിന് തൊട്ട് 1 മാസം മുമ്പേ, കാര്യം ഞങ്ങൾ തമ്മിൽ ഇടതടവില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ കാര്യങ്ങൾ പറയുന്നു എടുക്കുന്നു ഒക്കെ ഉണ്ട്. ഞാൻ ഇവിടുന്ന് വീഡിയോ ചെയ്യുന്നു. ഷിൻഡോയെ ആദ്യമായിട്ട് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഷിൻഡോ എന്റെ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ച ഒരു സുഹൃത്താണ്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലൊരു ആത്മാർത്ഥമായ ബന്ധം ഉണ്ടായത്. ഇപ്പൊ ഞാനിത് പറയുമ്പോഴും ഈ വീഡിയോ എടുക്കാൻ വരുമ്പോഴും സകുടുംബം ഞാൻ ഷിൻഡോയെ കാണാൻ വന്നതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു സഹോദര തുല്യമായ ഒരു ബന്ധം ഷിൻഡോയുമായിട്ട് ഇത്രയും നാളായിട്ട് നമ്മൾ സംസാരിച്ചതിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എല്ലാവരും ഈ ജന്മബന്ധങ്ങളല്ലല്ലോ, കർമ്മബന്ധങ്ങളും ഉണ്ടല്ലോ ഭൂമിയിൽ. അതേപോലെ തന്നെയാണ് ഈ കേസും. അപ്പം ഷിൻഡോയ്ക്ക് അതിനുശേഷം ഷിൻഡോ ഏകദേശം എത്ര രൂപയായി പെട്ടെന്ന് ഈ ട്രെയിലർ ലൈസൻസ് എടുത്തപ്പോൾ ഷിൻഡോയ്ക്ക്? ട്രെയിലർ ലൈസൻസ് 7,500 രൂപ. 7,500 രൂപ. പിന്നെ പോക്കുവരവ് എല്ലാം കൂടെ ഒരു 10 രൂപ ആയിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ ഒരു 10,000 രൂപ പോക്കുവരവ് എല്ലാം കൂടെ ആയി. അതിനുശേഷം ഷിൻഡോ ഈ ലൈസൻസ് അയച്ചു കൊടുത്തു. എത്ര ദിവസത്തിനുള്ളിൽ ട്രെയിലർ ലൈസൻസ് കിട്ടിയിട്ട് കയറി വന്നു? ട്രെയിലർ ലൈസൻസ് കിട്ടിയ പക്ഷെ IDPയിൽ സീല് കിട്ടിയ പക്ഷെ ഞാൻ കയറി വന്നു. ലൈസൻസ് മേടിക്കാൻ നിന്നില്ല. ലൈസൻസ് പിന്നെ വേറെ ആള് നമ്മുടെ കമ്പനിയിലേക്ക് വരുന്ന ആള് കൊണ്ടുവരുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഷിൻഡോയുടെ ഓൾറെഡി വിസ അടിച്ചിട്ട് 1 മാസം കഴിഞ്ഞിരുന്നു. ഇനി അതായി വരാൻ ഇനി 1 മാസത്തേക്ക് എടുക്കുന്നു. അതായത് ആ സമയത്ത് പേപ്പർ ഷോർട്ടേജും ഇതൊക്കെ കാരണം സീലടിക്കുന്നതും ലൈസൻസ് കിട്ടുന്നതൊക്കെ കുറച്ച് ഡിലേ ആയിരുന്ന സമയമായിരുന്നു. പിന്നെ നമ്മളെ പുതിയ മന്ത്രി വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ കുറച്ച് ഫാസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഷിൻഡോ ഏകദേശം മാസം എത്രയായി നാട്ടിൽ നിന്ന് വന്നിട്ട്? നാട്ടിൽ നിന്ന് ഇപ്പൊ ഒരു 6 മാസമായി. ഷിൻഡോ പോളണ്ടിലേക്ക് എത്തിയിട്ട് ഷിൻഡോ വരുന്ന വശം ഷിൻഡോയ്ക്ക് എത്ര പൈസ കയ്യിൽ നിന്ന് ഉണ്ടായിരുന്നു, കൊണ്ടുവന്നു? വരുമ്പോ 1 ലക്ഷം രൂപ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഈ 1 ലക്ഷം രൂപ കൊണ്ടുവന്നിട്ട് നാട്ടിൽ നിന്ന് ഇപ്പൊ ഷിൻഡോയ്ക്ക് ഇവിടുത്തെ പേപ്പർ വർക്കിന് വന്നതിന് ശേഷമുള്ള പേപ്പർ വർക്കിന് എത്ര രൂപയായിട്ടുണ്ട്?
വന്നതിന് ശേഷം എന്റെ ഷോർട്ട് കോഴ്സ് ആയ കാരണം ഒരു 35 രൂപ ചെലവ് എന്നുള്ളൂ. ഷോർട്ട് കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരാഴ്ചത്തെ കോഴ്സ്. ഒരാഴ്ചത്തെ. ഫുൾ കോഴ്സ് ഉള്ളവർക്ക് 70 രൂപ അടുത്താണ് അവിടെ മേടിക്കുന്നത്. 70,000 രൂപ. ഷോർട്ട് കോഴ്സിന് 35,000 രൂപ ചെലവായി. അത് 35,000 നമ്മള് ഒരു 20 വെച്ച് കൺവേർട്ട് ചെയ്താൽ പോളണ്ടിൽ സ്ലോട്ടിയാണ്, യൂറോ അല്ല. അപ്പൊ നമുക്ക് ആ പൈസയുടെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അപ്പൊ 35,000 രൂപ ചെലവായി ഷിൻഡോ 1 ലക്ഷം ആയിട്ട് വന്നു. പിന്നെ ഷിൻഡോയുടെ മറ്റു ചെലവുകൾ, അതായത് ഷിൻഡോയ്ക്ക് താമസം ഫ്രീ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഫുഡ് ഫ്രീ ഉണ്ടായിരുന്നോ, ഷിൻഡോയെ എയർപോർട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയോ, കാർ കൊണ്ടുവന്ന് എടുത്തുകൊണ്ട് പോയോ, അല്ലെങ്കിൽ ഷിൻഡോ ഈ കമ്പനി ഫ്രീ ആയിട്ട് വല്ലതും തന്നു, എങ്ങനെയാണ് ഇതിന്റെ കാര്യം? ഒന്നും ഫ്രീ ഇല്ല. കാർ കൊണ്ട് വന്ന് ക്ലാസ് ഡ്രൈവിംഗ് സ്കൂളിലേക്ക് നമ്മൾ ആദ്യം പോവാ, കമ്പനിയിലേക്ക് പോവില്ല. ഇവിടെ വരുന്ന മിക്കതും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ആ കമ്പനി ആ സ്കൂളിലേക്ക് പോകുമ്പോ അവിടുത്തെ താമസവും കാര്യങ്ങളൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് തന്നെ എടുക്കണം. അവിടെ ഒരു ദിവസം താമസിക്കുന്നതിന് 40 രൂപ സ്ലോട്ടിയൊക്കെ വെച്ച് മേടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 10 ദിവസത്തോളം അവിടെ നിൽക്കണം. ഫുൾ കോഴ്സുകാരാകുമ്പോ 1 മാസത്തോളം അവിടെ താമസിക്കണം. ഫുഡൊക്കെ കയ്യിൽ നിന്ന് തന്നെ എടുത്ത് കഴിയണം. പെട്ടെന്ന് മാറി വന്നതിന്റെ കുറെ ബുദ്ധിമുട്ടുകൾ വേറെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് എല്ലാ കടലാസ് മണി കിട്ടിയാലേ നമ്മൾ കമ്പനിയിലേക്ക് പോവാ. കമ്പനിയിലേക്ക് പോയി കഴിഞ്ഞാൽ താമസം സൗജന്യമാണ്, പക്ഷെ ഭക്ഷണമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എടുത്ത് കഴിക്കണം. അപ്പൊ CPC ചെയ്ത് നമ്മള് പേപ്പർ എല്ലാം കയ്യിലാകുന്നവരെ പുറത്ത് നമ്മൾ സ്വന്തം ചെലവിൽ താമസിക്കണം. അതാണ് ഷിൻഡോ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കണക്ക് കോഴ്സ് ചെയ്യുന്നതിനുള്ള പൈസ നമ്മൾ അടച്ചിരുന്നു. പക്ഷേ ഇതിന് വരുന്ന ചെലവ്, നമ്മളെ താമസ ചെലവ് ഒരു ദിവസം ഒരു 40 അല്ലെങ്കിൽ 35 യൂറോ സ്ലോട്ടി, സോറി യൂറോ അല്ല സ്ലോട്ടി, ഇത് ഇത്ര അതിന്റെ ചെലവ്. പിന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതിന്റെ ചെലവ്, അല്ലെങ്കിൽ ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നതിന്റെ, ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന്. നമുക്ക് ഫ്രീ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ കമ്പനി പോകുന്ന പക്ഷം നമുക്ക് ഫ്രീ കിട്ടുമെന്നാണ് ഷിൻഡോ പറയുന്നത്. താമസം മാത്രം. അതും താമസം മാത്രം എന്ന് പറയുമ്പോൾ ലക്ഷൂറിയസ് ഒന്നും അല്ല. എങ്ങനെയായിരുന്നു? ഒരു കണ്ടെയ്നറിലാണോ, അല്ലെങ്കിൽ കണ്ടെയ്നർ ബോക്സിൽ? അത് താമസം ഫ്രീ ആണ്, പക്ഷെ നമ്മുടെ സാലറിന്ന് ശമ്പളം കിട്ടുമ്പോൾ അത് കട്ട് ചെയ്യുകയും ചെയ്യും. യെസ്, അതായത് ഷിൻഡോ ഇപ്പൊ പറഞ്ഞതിനകത്ത് ഒരു പോയിന്റ് ഉണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ ചോദിച്ചു ഇങ്ങനെ കൊണ്ടുവന്നത്. അതായത് താമസം ഫ്രീ എന്ന് എല്ലാവരും പറയുന്നില്ലേ, നമുക്കൊന്നും എവിടെയും ഫ്രീ ഇല്ല. എന്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഷിൻഡോയ്ക്ക് താമസം ഫ്രീ ഒന്നും അല്ല അവർ കൊടുത്തേ. അവര് ഒരു കണ്ടെയ്നർ ബോക്സിൽ 4, 5, 6 പേരുള്ളതിൽ ഒരു തട്ട് ബെഡിൽ ബങ്ക് ബെഡ് കൊടുക്കും. അതേപോലെ അപ്പുറത്ത് ഒരു കിച്ചൺ ഫെസിലിറ്റി ചെറുതായിട്ട് ഉണ്ടാവും കുക്ക് ചെയ്യാൻ. പക്ഷേ ഇതൊന്നും ഫ്രീ അല്ല. അവർ ആ ബെഡിന്റെ സ്പേസിനൊരു പൈസ അവർ കട്ട് ചെയ്യും. അതിപ്പോ ഷിൻഡോ കമ്പനിയിൽ ഉള്ളപ്പോൾ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, നമുക്ക് സാലറി കിട്ടുമ്പോ സാലറി കുറവായിരുന്നു. അപ്പൊ അത് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നു, അതിന്റെ ഇത്, പിന്നെ അവിടെ എത്ര നാൾ താമസിച്ചു, അതിന്റെ ഒരു കമ്പനി വന്നിട്ട് പിന്നെടുത്ത ക്ലാസ്സിന് വേറെ കട്ട് ചെയ്തോ? കട്ട് ചെയ്തു. കമ്പനി വന്നിട്ട് എടുത്ത സേഫ്റ്റി ക്ലാസ്സിന്, സേഫ്റ്റി കോഴ്സിന്, അതിനും അവർ പൈസ കട്ട് ചെയ്തു. അപ്പൊ കമ്പനി ഫ്രീ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ്. പല കമ്പനി പല രീതികളും. അതെ, അപ്പൊ ജോലി ചെയ്യുന്നതിന്റെ പൈസ എത്ര മണിക്കൂറാന്ന് വെച്ചാൽ അത് കിട്ടുന്നു. അപ്പൊ ഇത് ഇത്രയും കഴിഞ്ഞിട്ട് പിന്നെ ഷിൻഡോ ഈ വണ്ടിയിൽ വന്നതിന് ശേഷം വരുന്ന ശമ്പളത്തിൽ നിന്ന് പിന്നെ റൂമിന് പൈസ കട്ടാവുന്നുണ്ട്? ഇല്ല, പിന്നെ റൂമിന് പൈസ കട്ടാവില്ല. നമുക്ക് ഫസ്റ്റ് സാലറി കുറവായിരിക്കും, പിന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. കാരണം നമ്മുടെ കിടപ്പ് വണ്ടിയിലായി. പിന്നെ റൂമിൽ നിന്ന് നമുക്ക്, അതായത് നമ്മൾ വണ്ടി ഇല്ലാതെ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് മാത്രമേ ഇവരുടെ കമ്പനിയെ സംബന്ധിച്ച് പൈസ കട്ട് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പൈസ കട്ടാവുന്നില്ല. വണ്ടി കിടക്കുന്നതുകൊണ്ട് പൈസ കട്ടാവുന്നില്ല. പക്ഷേ ചില കമ്പനികളിൽ അങ്ങനെയല്ല, ഒട്ടുമിക്ക കമ്പനികളിലും അങ്ങനെയല്ല. അതായത് അവർ പറയും നിങ്ങൾക്കൊരു സ്പേസ് കൂടെ വേണം, അഡ്രസ്സ് വേണം, കമ്പനിയുടെ അഡ്രസ്സ് രജിസ്റ്റർ ചെയ്യും, നിങ്ങൾക്കൊരു ബെഡ് സ്പേസിന് ഇത്ര കട്ടാക്കും. ഒട്ടുമിക്ക, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു അഡ്രസ്സ് നിങ്ങൾ വീട് എടുക്കണം, രജിസ്റ്റർ ചെയ്യണം. ഈ ജർമ്മനിയിലൊക്കെ അങ്ങനെയാണ് കേട്ടോ. ജർമ്മനിയിൽ 99% കമ്പനികളിലും അങ്ങനെയാണ്. അല്ലെങ്കിൽ കമ്പനി അഡ്രസ്സ് രജിസ്റ്റർ ചെയ്ത് തരും. ആ കമ്പനി അഡ്രസ്സിൽ നിങ്ങളെ പോസ്റ്റൊക്കെ വന്ന് കിടക്കും. കാര്യം ഇവിടെ എല്ലാം എഴുത്തുകുത്തുകളിൽ കൂടെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒന്നും നമ്മുടെ നാട്ടിലെ പോലെ SMS അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബുക്ക് ചെയ്തിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്ത് അങ്ങനെ ചെല്ലല്ലോ. ഇവിടെ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. നമ്മുടെ കമ്പനിയിൽ ഒരു ചെറിയൊരു പെട്ടി വെക്കാൻ ഒരു റൂം കമ്പനി തന്നിട്ടുണ്ട്. അതിന് മാസം 10 യൂറോ വെച്ച് കൊടുക്കും. മാസം 10 യൂറോ. 10 യൂറോയാണ്, സ്ലോട്ടിയല്ല. 10 യൂറോ എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ഇന്ത്യ മണി 900-1000 രൂപയ്ക്ക് അടുത്താണ്. അതിലൊരു പെട്ടിനെ വെക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും വെക്കാൻ സ്ഥലമില്ല. അപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ പിന്നെ ഷിൻഡോയ്ക്ക് സ്ഥിരം വണ്ടി ആവുന്നതുകൊണ്ട് നമ്മുടെ സാധനങ്ങൾ എപ്പോഴും വണ്ടിയിലാണ്. നമ്മുടെ പാസ്പോർട്ട് ആയാലും നമ്മളെ കുക്കിംഗ് സാധനങ്ങളായാലും ഈ വണ്ടി തന്നെ കാണുമ്പോൾ നമുക്കറിയാം ഫുള്ള് വണ്ടി തന്നെയാണ്. വണ്ടിയാണ് നമ്മളെ വീട്. ഡ്രൈവറെ സംബന്ധിച്ച് നമ്മളെ വീട് വണ്ടി തന്നെയാണ്. അപ്പൊ ഈ പ്രത്യേകിച്ചും പുറത്തെ നാട്ടുകളിൽ വന്ന് താമസിക്കുന്ന ഡ്രൈവർമാർക്ക് ഇങ്ങനെ. അതിനുശേഷം ഇപ്പൊ കമ്പനി വന്നു, 1 മാസമായി. ഷിൻഡോ പിന്നെ ജോലി മാറുന്ന കാര്യം വണ്ടി കയറുന്ന കാര്യം പറഞ്ഞു. ഈ വണ്ടി കയറുന്നതിനിടയ്ക്ക് കമ്പനി എത്ര ദിവസം ഷിൻഡോയ്ക്ക് വണ്ടിയുടെ ട്രെയിനിങ് ചെയ്യുന്നു? വണ്ടിയുടെ ട്രെയിനിങ് എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ട്രെയിനിങ് ആയിരുന്നു. 3:30 വരെ ട്രെയിനിങ് ആയിരുന്നു. 8:30 എത്ര ദിവസം എടുത്തു? അത് ഈ പേപ്പറുകൾ റെഡി ആവണം എല്ലാ ദിവസവും. 1 മാസം കോഴ്സ് കഴിഞ്ഞ് കമ്പനിയിൽ വന്ന് കയറിയിട്ട് പിന്നെ നമ്മളെ പേപ്പർ എന്ന് ഷിൻഡോ ഉദ്ദേശം എന്താ അറിയുമോ? ചിലർ പറയും എന്താ പറയുന്നത് TRC, ടെമ്പററി റെസിഡൻസ് കാർഡ്. ചിലർ പറയും ഐഡന്റിറ്റി കാർഡ്, ഹൗസ് വൈഫ്. ഇപ്പൊ ജർമ്മനി ഹൗസ് വൈഫ് എന്ന് പറയും ഐഡന്റിറ്റി കാർഡ്. അപ്പൊ അതേപോലെ നമ്മുടെ വിസയുടെ കാർഡ്. ഇപ്പം ഓരോ സ്ഥലത്തും കമ്പനിയുടെ കോൺട്രാക്റ്റും ഇതും അനുസരിച്ച് എനിക്കൊക്കെ 3 കൊല്ലം അടിച്ച സമയങ്ങളുണ്ട്. ചിലർക്ക് 1 കൊല്ലം അടിക്കും, ചിലർക്ക് തുടക്കത്തിലെ 1 കൊല്ലോ ചിലപ്പോൾ 3 കൊല്ലം ഒക്കെ അടിക്കും. അങ്ങനെയുള്ള ആ TRCയുടെ കാര്യമാണ് ഇപ്പൊ ഈ പറയുന്നത്. അപ്പൊ ഈ TRC കിട്ടാൻ
എത്ര അല്ലെങ്കിൽ അതിന്റെ റെഡ് പേപ്പർ ഫയൽ ചെയ്ത് പസൽ നമ്പർ ഉൾപ്പെടെ വരാൻ എത്ര സമയം എടുത്തു ഷിൻഡോയ്ക്ക് കമ്പനി വന്നത്? പസൽ നമ്പർ കമ്പനിയിൽ പോയി 2 ദിവസം കൊണ്ട് കിട്ടി. അത് കഴിഞ്ഞ് അവര് ടാക്കോ കോഡ് 95ന്റെ കടലാസ് ഇവിടെ എത്തണം എന്ന് പറഞ്ഞു. അത് ഒരാഴ്ച കഴിഞ്ഞപ്പോ എത്തി. അത് കഴിഞ്ഞപ്പോ ടാക്കോ കാർഡ് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. ടാക്കോ കാർഡ് 2 ആഴ്ച കഴിഞ്ഞ് വന്നപ്പോ റെഡ് പേപ്പറിന് അപേക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മൊത്തം ഒരു 2 മാസത്തോളം നമ്മള് കമ്പനിയിൽ ക്ലാസ്സിന് തന്നെ ആയിട്ട് കമ്പനിയിൽ, അതായത് കമ്പനിക്ക് വേറെ ഒന്നും നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാനില്ലാത്തത് കൊണ്ട് അവര് നിങ്ങളെ ക്ലാസ്സിന് വിട്ടു. നിങ്ങൾക്ക് അതിന് വല്ല പൈസ ശമ്പളം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അതായത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അതിന് ശമ്പളമോ പൈസയോ ഒന്നും തന്നില്ല. കമ്പനി നിങ്ങളൊരു ട്രെയിനിങ് ഫ്രീക്ക് തരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങളെ ഇത് സേഫ്റ്റി ക്ലാസ്സുകൾ പഠിക്കാനും അതിനുശേഷം വണ്ടിയിലെ കെട്ടും പൂട്ടും എങ്ങനെയാണ്, വണ്ടി എങ്ങനെയാണ് ലോഡ് കയറ്റി കെട്ടുന്നത്, എങ്ങനെയാണ് ട്രെയിലർ റിലീസ് ചെയ്യുന്നത്, ട്രെയിലർ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, വേറെ ട്രെയിലർ എടുക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നിങ്ങളെ പഠിപ്പിച്ചത്. അതെ. അപ്പം അതായത് ലോഡ് സെക്യൂർ ചെയ്യുന്നതും വണ്ടി നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ട്രെയിലർ മാറ്റിയെടുക്കുന്നതും, ചിലപ്പോൾ ലോഡ് ട്രെയിലർ കൊണ്ട് നിർത്തിയത് നമ്മൾ മാറ്റിയെടുക്കും. ഈ പണിയിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. നാട്ടിൽ ഇതിങ്ങനെ ഇല്ലെങ്കിലും ഇവിടുത്തെ ട്രക്ക് എന്നെല്ലാവരും പറയുമ്പോൾ ഇവിടുത്തെ ട്രക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 40-45 ടൺ ട്രെയിലറാണ്. നോർമൽ ഒരു ഇതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് ഇപ്പൊ പുള്ളി പറഞ്ഞത്. അതിനുശേഷം ഇപ്പൊ 2 മാസം അവിടെ 3 മാസം ഇപ്പൊ 3 മാസമായിട്ടാണ് ഷിൻഡോ വണ്ടി ഓടിക്കുന്നത് അല്ലേ? അപ്പൊ ഈ 3 മാസമായിട്ട് ഷിൻഡോ വണ്ടി ഓടിച്ചതിൽ ആദ്യത്തെ മാസം ഷിൻഡോ എങ്ങനെ ഫീൽ ചെയ്തു? അതായത് ഷിൻഡോ ഇപ്പൊ ആരെങ്കിലും കൂടെ ആയിരിക്കുമല്ലോ വിട്ടിട്ടുണ്ടാവും, ഒറ്റയ്ക്കല്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് ആ വർക്കിനോട് ഷിൻഡോ ഒന്ന് ഇഴുകിച്ചേർന്ന് ഒന്ന് പഠിച്ചെടുക്കാൻ ഉണ്ടായ ബുദ്ധിമുട്ട്? പ്രായോഗികമായ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. പ്രായോഗിക നമ്മുടെ നാട്ടിലെ വെച്ച് സൈഡും മാറി, റോഡും മാറി. പിന്നെ നമുക്ക് പതുക്കെ പോണ പോലെ തോന്നും. ഈ 80 പോയാലും വളരെ പയ്യെ പോണ പോലെ തോന്നും. അതായത് റോഡ് ഇവിടെ വളരെ വലിയ റോഡായതുകൊണ്ട് ഷിൻഡോ 80 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ചാലും നമുക്ക് പതുക്കെ പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ വണ്ടി പാഞ്ഞാ പോകുന്നു. ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എത്തുമ്പോൾ നമ്മള് ചവിട്ടാണ്ട് ഇങ്ങനെ ഇപ്പൊ നിൽക്കുന്നതായിരിക്കും, ആ നേരത്ത് നിൽക്കില്ല. അപ്പൊ കൂടെ വരാനുള്ളൊരു ചീത്ത. പിന്നെ റോഡ് പെട്ടെന്ന് ചെറുതാവും വലുതാവും. ബോർഡുകൾ നന്നായി ശ്രദ്ധിക്കണം. അല്ലാണ്ട് നാട്ടിലെ പോലെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് ഓടിച്ചാൽ ബുദ്ധിമുട്ടാണ്. അതായത് പൂർണ്ണമായും നമ്മുടെ ശ്രദ്ധ റോഡിലും വണ്ടിയിലും ഉണ്ടെങ്കിൽ മാത്രമേ സുരക്ഷിതമായിട്ട് പണിയെടുക്കാൻ പറ്റുള്ളൂ. ഷിൻഡോ പറഞ്ഞതിന്റെ അർത്ഥം. കാര്യം ഇവിടെ പല സ്ഥലങ്ങളിലും നമ്മൾ ഈ ഗൾഫിലോ മറ്റുള്ള രാജ്യങ്ങളിലോ അയ്യോ ജർമ്മനി അല്ലേ പോളണ്ട് അല്ലെങ്കിൽ ഗൾഫ് എന്ന് പറയുന്ന പോലെയല്ല, ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ റോഡ് കറക്റ്റ് റോഡായിരിക്കും. അപ്പുറം ഇപ്പുറം 1-1.5 അടി വീതിയിൽ തുല്യമായിട്ടുണ്ടാവും. പക്ഷെ വണ്ടി പാസ് ചെയ്ത് പോവും. ആ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നവർക്കും അറിയാം, ഇവിടെ ഓടിച്ച ഡ്രൈവർക്കും അറിയാം, ഇവിടെ പഠിച്ച ഡ്രൈവർക്കും അറിയാം. പക്ഷെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഒരു ട്രാഫിക് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട്, ട്രാഫിക് സിസ്റ്റം ഇല്ലാത്തതല്ല, നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത ആളുകൾക്ക് അറിയാത്തത് കൊണ്ടും ഒരു നല്ല അവബോധം ഇല്ലാത്തത് കൊണ്ടും ഈ ബുദ്ധിമുട്ടുകൾ അവിടെ നമ്മൾ സ്വാഭാവികമായി നേരിടുന്നുണ്ട് നമ്മുടെ നാട്ടുകളിൽ. അതുകൊണ്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ പറഞ്ഞ കണക്ക് നമ്മൾ ശ്രദ്ധ കുറയും. ഈ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉറപ്പായിട്ട് അപകടം ഉണ്ടാവും. 100% ശ്രദ്ധ വേണം. ഓക്കെ. അപ്പം 1 മാസം അല്ലെങ്കിൽ 2 മാസം ഷിൻഡോ ആരോടെങ്കിലും പോയി. അപ്പം അവര് ഷിൻഡോയ്ക്ക് വണ്ടി ഓടിക്കാൻ തരികയോ റിവേഴ്സ് ഫോർവേഡ് എടുക്കാൻ തരികയോ ലോഡ് കയറ്റാനും കെട്ടാനും പഠിപ്പിക്കുകയോ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നോ? അങ്ങനെ പറഞ്ഞു തരില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് പഠിച്ചിട്ടാണ് ഇറങ്ങണേ. നമ്മളൊരു ഈ കമ്പനിയിൽ എന്ന് പറഞ്ഞാൽ ഇറങ്ങുമ്പോൾ തന്നെ ഡ്രൈവറായിട്ടാണ് അവര് കൂടെ വിടണേ. അതെ. അപ്പൊ നമ്മള് എല്ലാതും ബാക്കി ചെയ്യണം. അവിടെ 2 മാസം ക്ലാസ് ഉണ്ടപ്പോ ചെയ്തതല്ലേ. അതെ. ഇത്തിരി സ്പീഡ് കുറവായിരിക്കും. അത് കൂടുതലുള്ള ആള് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരും. അതായത് കമ്പനി നമ്മളെപ്പോഴും എടുക്കുന്ന ഒരു ഫുൾ ലൈസൻസ് ഉള്ള ഡ്രൈവർ എന്നുള്ള കണക്കൂട്ടലാണ്. അപ്പം അതേ കണക്കൂട്ടലാണ് കൂടെ പോകുന്ന ഒരു ഡ്രൈവറും. പ്രത്യേകിച്ചും നമ്മളൊരു മലയാളി അല്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനല്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ഭാഷ അറിയാത്ത ഒരാളെ പ്രത്യേകിച്ചും അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടല്. ഭാഗ്യമുണ്ടെ മലയാളി അല്ലെങ്കിൽ നാട്ടുകാരനെ അല്ലെങ്കിൽ ഇന്ത്യക്കാരനെ അല്ലെങ്കിൽ പൈസനെ കിട്ടിക്കഴിഞ്ഞാൽ അവർ സഹകരിക്കുന്നവരാണെങ്കിൽ നല്ലതായിരിക്കും. ദൈവസഹായം കൊണ്ട് ഇപ്പൊ അങ്ങനെ ആളെ കിട്ടും. പക്ഷെ എപ്പോഴും അങ്ങനെ കിട്ടണമെന്നില്ല. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അല്ലേ? പിന്നെ അത് കഴിഞ്ഞിപ്പോ ഷിൻഡോ 2 മാസമായിട്ട് ഏകദേശം തനിയെ ഓടിക്കുന്നു. ഈ 2 മാസം തനിയെ ഓടിച്ചതിൽ ഷിൻഡോയുടെ ഒരു മനസ്സിന്റെ ഒരു എങ്ങനെയാണ് തോന്നുന്നത്? കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള പ്രയാസമാണോ, വളരെ ബുദ്ധിമുട്ടാണോ, ഒറ്റയ്ക്ക് വണ്ടി കിടക്കുന്നതിൽ മാനസികമായ സംഘർഷങ്ങളുണ്ടോ, അല്ലെങ്കിൽ നമ്മളൊരു ലോഡ് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എങ്ങനെ പാസ് ചെയ്യണം, ബോർഡറിൽ എങ്ങനെ പാസ് ചെയ്യണം, കാര്യങ്ങൾ, അല്ലെങ്കിൽ ലോഡ് ഇറക്കാൻ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ വണ്ടി എണ്ണ അടിക്കാനുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച്. ഇനി അതൊക്കെ ആദ്യത്തെ ഒരാഴ്ച ഏത് കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എണ്ണ അടിക്കുന്ന നേരത്ത് നമുക്ക് ചിലപ്പോൾ ഇത് LNG ചെയ്യാൻ കാർഡ് ശരിയാവില്ല. നമ്മൾ ആ നേരത്ത് വിളിക്കുമ്പോൾ ഓഫീസിലുള്ള ഒരു 4 മണിക്ക് പോകും. അപ്പൊ ചില ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അത് പ്രശ്നം തോന്നിയിട്ടില്ല. പിന്നെ റൂട്ട് ഇടുമ്പോ ശരിക്കിട്ടില്ല, വഴി തെറ്റി പോയി കഴിഞ്ഞാൽ പോയി പഠിക്കുക. GPS വഴി തെറ്റും. ആദ്യമൊക്കെ ടെൻഷൻ ഉണ്ടാവും. പിന്നെ ഇത് തെറ്റി ടെൻഷൻ പോയി തുടങ്ങും. ഇപ്പൊ ടാക്കോ ബ്രേക്ക് ആകുമ്പോ ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക് ആയിപ്പോ ഇത്രേ ഉള്ളൂ. അങ്ങനെ തുടക്കത്തിൽ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിവേഴ്സ് ഒക്കെ പോകുമ്പോ ഒരാള് സഹായില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഓടിച്ച് ഇതുള്ളവർക്ക് കുറച്ച് സമാധാനമായിട്ട് എടുക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് നമ്മളൊരു 4 മണി 5 മണി ആകുമ്പോഴേക്കും ജർമ്മനിയിൽ പാർക്ക് ചെയ്യണമെങ്കിൽ സമാധാനമായിട്ട് വണ്ടി പാർക്ക് ചെയ്യാം.
നേരെ മറിച്ച് നമുക്ക് ലോഡ് കിട്ടുമ്പോൾ ഉച്ചയ്ക്ക് ശേഷവും നമ്മൾ പുറത്തിറങ്ങാം, നമുക്ക് പാർക്കിംഗ് കിട്ടില്ല, പിന്നെ ആണെന്ന് ടാക്കോ ബ്രേക്ക് ആവണം, അങ്ങനെ കുറെ ദിവസം ടെൻഷൻ വരുമ്പോൾ ഒരു കാര്യം ചിന്തിക്കാൻ തോന്നില്ല. ഇത് എവിടെ ഇട്ടിട്ട് നാട്ടിലേക്ക് പോകാൻ പറ്റുമെന്ന് വരെ നമ്മൾ ആലോചിക്കും. ഇപ്പൊ ഒരു വണ്ടി ഉണ്ടെങ്കിൽ നാട്ടിൽ പോകാൻ ആലോചിക്കും, വീട് കണ്ടാ തോന്നും ആ വീട്ടിൽ കയറി ഇത്തിരി ചോറ് തായെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ തോന്നുന്നു. കാരണം അങ്ങനെ പാടത്തേക്കൊക്കെ വഴി തെറ്റി പോയിട്ട് ആകെ ടെൻഷനായിരിക്കും നമുക്ക്. പിന്നെ നോക്കുമ്പോ ഈ ശനി ഞായറൊക്കെ ഒരു ഒറ്റപ്പെട്ടിരിക്കുമ്പോ അതതിലും വലിയ വിഷമം. പിന്നെ ഇത്ര ദിവസം പണിയെടുക്കുമ്പോ അതാണ് ആകെ ഒരു ആശ്വാസമുള്ളത്. പിന്നെ തിങ്കളാഴ്ച തൊട്ട് ആ ഒരു ആഴ്ച മുഴുവൻ നിന്ന് തിരിയാൻ നേരം ഉണ്ടാവില്ല, സമയം കിട്ടില്ല, വീട്ടുകാരെ ചിലപ്പോ വിളിക്കാൻ പറ്റില്ല. ശനി ഞായർ ഇഷ്ടം പോലെ സമയമുണ്ട്, പക്ഷെ ഈ തണുപ്പ് കാരണം നമുക്കൊന്നും ചെയ്യാനും തോന്നില്ല, മിണ്ടാണ്ട് ഇതിന്റെ ഉള്ളിൽ കുത്തിയിരിക്കും. വണ്ടിയിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാനും പറ്റുന്നില്ല കാലാവസ്ഥയ്ക്ക്. അപ്പൊ ഈ തണുപ്പിന്റെ കാര്യമാണ് നമ്മൾ ഈ ഐസിലും തണുപ്പിലൊക്കെ വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ച് ഷിൻഡോ ഇത് എന്താ അഭിപ്രായം? ചിലർ ഭയങ്കര അഡ്വഞ്ചറായിട്ട് ഓ ഹാ യാ ഹൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഓടിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെയുള്ള വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഷിൻഡോയുടെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, ഷിൻഡോ ആദ്യമായിട്ട് ഐസിൽ ഓടിക്കുന്നത് ഇവിടെ വന്നിട്ടാണ്. ഇത് അപകടമാണോ, രസമാണോ, സീരിയസ് ആണോ, എന്താണ്? കാണാൻ നല്ല രസമാണ്, പക്ഷെ അത് കയ്യിലായാലും പുറത്തൊക്കെ ഇറങ്ങി കൈ ഭയങ്കര വേദനയാണ്. പിന്നെ ഐസില് വണ്ടി കംപ്ലീറ്റ് സ്ലിപ്പ് ആവുള്ളൂ, അങ്ങനെ പോയി കയറൂല. ചില സ്ഥലത്ത് വരുമ്പോൾ ടേൺ ചെയ്ത് തിരിയാൻ പറ്റാണ്ടാവുമ്പോൾ നമുക്ക് നമ്മുടെ കൈമത്തെ രോമം വരെ ഇട്ടിക്കും, ഈശ്വര അപ്പൊ മറിയോന്ന് വരെ. ആ പിന്നെ കുറച്ചു നേരത്തേക്ക് ഒരു ആളലാണ്, ചിലടത്ത് ബ്രേക്ക് കിട്ടിയ വണ്ടി നിന്ന് കറങ്ങും. ഇവിടെ വേറെ സ്ഥലത്തെ പോലെയല്ല, ഈ പോലീസുകാർ വന്നാലും എന്ത് വന്നാലും നമ്മൾ ഏത് ഭാഷയിൽ സംസാരിക്കും, ആരും നമ്മളെ സഹായിക്കാനും ഇല്ല, ഒന്നും പറയാനും ഇല്ല. അപ്പൊ എന്തുണ്ടാവാ ഏതുണ്ടാവാന്ന് അറിയാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് മഞ്ഞത്ത് ഓടിക്കല് തന്നെ. ഈ ഇതിപ്പോ ഒരു എന്താ പറയാ, കാടും കാര്യങ്ങളൊക്കെ ശരിയായ വിചാരിച്ചാൽ അടുത്ത മഞ്ഞുമാസം തൊട്ട് നാട്ടിൽ പോയി നിൽക്കാം, മഞ്ഞ് മാറുമ്പോൾ ഇങ്ങോട്ട് വരാം, അത് മാത്രമാണ് ആഗ്രഹം. അങ്ങനെ നോക്കി എവിടെ പണിയെടുക്കാൻ പറ്റത്തില്ല, കാര്യം 6 മാസം ഏകദേശം തണുപ്പാ. പോളണ്ടിൽ ചില സമയം ഇപ്രാവശ്യം നല്ല തണുപ്പായിരുന്നു, ഭയങ്കര തണുപ്പ്. ജർമ്മനിയിൽ തണുപ്പ് കുറവായിരുന്നു ഞാൻ നിൽക്കുന്ന സ്ഥലത്ത്. പക്ഷെ ഇപ്പം -40 വരെ ചിലപ്പം പോയേക്കാം. എന്തായാലും തണുപ്പ് തീരാൻ പോകുന്ന മാസങ്ങളിലേക്ക് നമ്മൾ വരുന്നത്. ഏപ്രിൽ അവസാനമൊക്കെ കഴിയുമ്പോൾ പൊതുവെ നമ്മൾ തണുപ്പ് കഴിയും. അപ്പൊ ഇപ്പൊ തന്നെ ഇന്നൊക്കെ നല്ല ചൂടുണ്ട്, പക്ഷെ കാലാവസ്ഥ എപ്പോ വേണമെങ്കിലും മാറാവുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങൾ ഈ സംസാരിക്കുന്ന സന്ദർഭത്തിലും പുള്ളി ജർമ്മനിയിൽ വന്ന് ലോഡെടുത്ത് ഫ്രാൻസിലേക്ക് പോകുന്ന വഴി എന്റെ വീടിന്റെ അടുത്ത് ഒരു 40 കിലോമീറ്റർ അപ്പുറത്ത് 35 കിലോമീറ്റർ അപ്പുറത്ത് ഒരു പാർക്കിംഗ് കിടന്നപ്പോൾ ഷിൻഡോ എനിക്കൊരു മെസ്സേജ് അയച്ചു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കാണാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് ഞാനും ഫാമിലിയായിട്ട് തിരിച്ചു വന്ന് കയറിയപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഞങ്ങൾ എങ്കിൽ വാ പെട്ടെന്ന് പോകാം, ഷിൻഡോയെ കാണാം, അപ്പം ഒരു വീഡിയോ എടുക്കാം. ഷിൻഡോ അടുത്ത് അനുവാദം ചോദിച്ചു. ഞങ്ങൾ ഇല്ലെങ്കിൽ അങ്ങനെ ശരിയുമല്ല. പിന്നെ അതിനിടയ്ക്ക് ഞാൻ എന്തായാലും വേറൊരു അനുഭവകഥ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഇന്നിങ്ങനെ ഷിൻഡോയെ കിട്ടി, അങ്ങനെ ഇത് പോസ്റ്റ് ചെയ്യാം എന്ന് കരുതിയത്. അപ്പൊ ഷിൻഡോ ഇത്രയൊക്കെ ആയി. കുക്കിങ്ങും കാര്യങ്ങളും ഈ വണ്ടി ചെയ്യുന്നതിനെ കുറിച്ച് ഷിൻഡോയുടെ അഭിപ്രായം, വെള്ളം കിട്ടാറുണ്ടോ, എല്ലാ സ്ഥലത്തും പോയ കുക്കിംഗ് നടക്കുമോ, നമ്മുടെ ഇന്ത്യന്റെ ഫുഡ് സാധനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പുറത്തു പോയി നിന്ന് കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ തണുപ്പ് എനിക്ക് ഇഷ്ടമില്ലാത്ത ആരും നമ്മൾ ചെയ്യില്ല. ഇതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഈ അടുപ്പും ഏതെങ്കിലുമൊക്കെ വെച്ചാൽ സോസേജ്, ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. പിന്നെ ഏറ്റവും വിശന്ന് ഇരുന്നിട്ട് എന്ത് കിട്ടിയാലും നമുക്ക് പുറത്ത് ഇന്ത്യൻ കടയിൽ പോയി കഴിക്കാനുള്ള സൗകര്യം, അല്ലെങ്കിൽ വണ്ടി പോകുമ്പോൾ എവിടെയെങ്കിലും പോയി നിർത്തി കഴിക്കാനുള്ള സൗകര്യം അങ്ങനെ ഒരു സൗകര്യം ഇല്ല. പോണ വഴിക്ക് പമ്പുകളിൽ കയറി കഴിഞ്ഞാൽ കിട്ടും, പക്ഷെ ഇന്ത്യൻ ഫുഡ് ആയിരിക്കും ഇല്ലേ കിട്ടാം. അവിടുത്തെ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. അത് തിന്നാ നമ്മുടെ കാശ് പോകുന്നല്ലാണ്ട് അതിന് ഞാൻ പലതവണ കഴിച്ചിട്ടുണ്ട്, എന്റെ പൈസയും പോയിട്ടുണ്ട്. KFC ഒക്കെ കിട്ടും, കഴിക്കണമെങ്കിൽ കഴിക്കാം, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇവിടെ മസാലകൾ അധികം ഇല്ലാത്ത കാരണം ഇവിടുത്തെ ഫുഡ് പറഞ്ഞ പോലെയാണ്, നമുക്ക് ഇഷ്ടപ്പെടില്ല എന്തോരം കഴിച്ചാലും. ഇപ്പൊ അപ്പുറത്തെ വണ്ടിയിലെ പുള്ളിക്കാരൻ കുറച്ച് നേരത്തെ വരെ ഫുഡ് തന്നു, ആളുടെ മുന്നിൽ വെച്ചാൽ തുപ്പി കളയാൻ പറ്റില്ലല്ലോ, മിണ്ടാണ്ട് ആള് പോണ വരെ വെയിറ്റ് ചെയ്തു. കാരണം അങ്ങനെയാണ്, അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. നമ്മുടെ ഫുഡ് അവർക്ക് കൊടുത്താൽ അവര് പറയും അയ്യോ മോർ സ്പൈസി എന്ന് പറയും. നമുക്കത് തീരെ നമ്മള് തീരെ ഇട്ടിട്ടില്ല എരിവ്, കാരണം കൊണ്ട മുളക് കൂടി കഴിയാറായാലും നമുക്കൊരു എരിവ് പോലും തോന്നില്ല. പക്ഷെ അവർക്കത് ഭയങ്കര എരിവാണ്. അവരുടെ ഫുഡ് നമുക്കോ നമ്മുടെ ഫുഡ് അവർക്കോ ഇഷ്ടപ്പെടില്ല. പിന്നെ വണ്ടിയുടെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മളിത് മാറണ നേരത്തെ അവർക്ക് കണ്ടു കഴിഞ്ഞാൽ ദേഷ്യമോ. ഇന്ത്യക്കാരുടെ വണ്ടിയിൽ പ്രത്യേകിച്ച് മസാലകളുടെ ഒരു മണം സ്മെല്ല് വരും. അപ്പൊ അതില്ലാണ്ടൊക്കെ നോക്കണമെങ്കിൽ പുറത്ത് പോയി കുക്ക് ചെയ്യണം. തണുപ്പത്ത് പുറത്ത് നിന്ന് കുക്ക് ചെയ്യാനും പറ്റില്ല. അപ്പൊ അതിൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കൂടി വന്ന ഈ വെള്ളി ശനി ഞായർ ദിവസം മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ബാക്കിയുള്ള ദിവസമൊക്കെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി കഴിക്കുക, എടുക്കുക, വീണ്ടും കാലത്ത് 9 മണിക്കൂർ കഴിഞ്ഞാൽ വണ്ടി എടുക്കുക. ആ 9 മണിക്കൂർ ബ്രേക്കിന്റെ ഇടയിൽ വേണം ഇത് എന്തെങ്കിലും ഉണ്ടാക്കാനും കൂടി വേണ്ടിയിട്ട്. ചില ദിവസം ദീർഘദൂരം കിട്ടുമ്പോൾ ഒരുപാട് സമയം നമുക്ക് കൂടുതലും കിട്ടും. വണ്ടി ഓടിക്കൽ കഴിഞ്ഞാൽ അത് ലോഡിനനുസരിച്ചിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളത്. അപ്പൊ ഞാനിത് ഇങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാർ അത് അവിടുത്തെ കമ്പനിയുടെ പ്രശ്നം, അവർക്ക് വേറെ കുഴപ്പമില്ല എന്നൊക്കെ പറയണവരുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളല്ലേ. അതായത് ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കുന്നത്, അത് നമ്മളിപ്പോ പറയുമ്പോൾ വളരെ ഒരു അത്യാവശ്യമുള്ള കാര്യം, ഷിൻഡോയ്ക്ക് കാര്യമായ ഭാഷയൊന്നും അറിയത്തില്ല. അപ്പൊ ആളുടെ എല്ലാം ഒരു സംശയമാണ്, ഈ ഭാഷ അറിയത്തില്ല കാര്യങ്ങളില്ലെങ്കിലും നമ്മൾ ഈ ലോഡ് ഇറക്കാൻ പോകുന്നിടത്തും വരുന്നിടത്തും നമുക്ക് എങ്ങനെ ഈ അവരുമായിട്ട് വിനിമയം നടത്താൻ പറ്റും? അത് നമുക്ക് വരുമ്പോ ഇതില് അതിന്റെ നമ്പർ വരും. പിന്നെ ചെറിയൊരു അറിവ് 1-2 പ്രാവശ്യം പോകുമ്പോ ഉണ്ടാവണം. അപ്പൊ അവിടെ ചെന്ന ആ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അവരവിടെ നിന്ന് അതിന്റെ കടലാസുകൾ തരും. അത് ഇന്ന സ്ഥലത്താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെല്ലാം, റാമ്പ് കാര്യങ്ങൾ നോക്കാം. പിന്നെ ഇതിലിങ്ങനെ ഇതിലിട്ടിട്ട് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഇന്ന സ്ഥലത്ത് പോയി ചെല്ലാം.
പിന്നെ ചിലയിടത്ത് പാസ്പോർട്ട് കാണിക്കുന്നുണ്ടാവും. പിന്നെ അത് ഗൂഗിൾ മാപ്പിൽ ആ കമ്പനിയുടെ നോക്കിയിട്ട് റിവ്യൂകളൊക്കെ ഒന്ന് വായിക്കുക. അപ്പൊ ചെറുതായിട്ട് മനസ്സിലാവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാ. അങ്ങനെയൊക്കെ അത് ചെറുതായിട്ട് ആവാൻ പറ്റും. ഞാൻ ചില നേരത്തൊന്നും ശ്രദ്ധിക്കാറില്ല. ചെന്ന് കയറി കൊടുക്കാറുണ്ട്, പെടാറുണ്ട്. എന്നെ ട്രെയിനിങ്ങിന് കൊണ്ടായ പയ്യൻ പറയും എത്ര കിട്ടിയാലും മതിയാവില്ല, ഒന്ന് റോഡൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോവാ, അല്ലാണ്ട് വെറുതെ വിട്ടുപിടിച്ച് പോവല്ലേ എന്ന് പറഞ്ഞ് പുള്ളി ഉപദേശിക്കും. അല്ല ഞാനിത് എന്താ നമുക്ക് കമ്പനിയിൽ നിന്ന് ചിലപ്പോ എന്താ പോണില്ലേ, എന്താ വേഗം പോണില്ലേ എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് തരാം. അപ്പൊ തന്നെ വേഗം ആ റൂട്ട് ഇട്ട് പിന്നെ ഒരു പോക്കാ. അവിടെ ചെല്ലുമ്പോഴോ ചിലപ്പോ കമ്പനി അടച്ചിണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോ കഴിഞ്ഞിണ്ടാവും. അങ്ങനെ അത് ഇപ്പോഴും ശരിയായിട്ടില്ല, ആയി വരണല്ലോ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോ അത് പയ്യെ ശരിയാവും. എന്തായാലും ഓടിക്കാൻ നന്നായിട്ട് പഠിച്ചിട്ട് വരണവര് വരാം. ഞാൻ എന്റെ അടുത്ത ചോദ്യം അതായിരുന്നു. അതായത് പക്ഷെ ഇത് നമ്മളിതെല്ലാം പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. ഒരുപാട് സുഹൃത്തുക്കൾ നാട്ടിൽ നിന്ന് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. വരണ്ട എന്ന് നമ്മൾ ആരോടും ഞാൻ പറയില്ല, ജിൻഡോയും പറയില്ല. ജിൻഡോയുടെ അനുഭവം അതാണ്. അപ്പോ ഈ സുഹൃത്തുക്കൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്, അതായത് ഇവിടെ വന്നിട്ട് പഠിക്കാം എന്നുള്ള മനസ്സിൽ വരുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും അമ്മയുടെ വയറ്റിൽ നിന്ന് ഡ്രൈവർ അല്ല. നമ്മള് എന്നെയൊക്കെ വിളിച്ച് അങ്ങനെ ഒരുപാട് പേര് ശകാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച കൂടി എന്തിനാ നെഗറ്റീവ് പറയുന്നതെന്നൊരു സുഹൃത്ത് ചോദിച്ചു. എന്റെ അനുഭവം വെച്ച് ഞാൻ ആരോടും നെഗറ്റീവ് പറയുന്ന വ്യക്തിയല്ല. എന്നെ അറിയാവുന്നവർക്ക് ആർക്കായാലും അറിയാം, സത്യസന്ധമായ കാര്യങ്ങൾ പറയും. കാര്യം എന്നെ സംബന്ധിച്ച് ഇപ്പം നിങ്ങളൊരാൾ രക്ഷപ്പെട്ടാലും അല്ലെങ്കിൽ വേറൊരാൾ നന്നായാലും ചീത്തയായാലും എനിക്ക് പ്രത്യേകിച്ച് അതിൽ ലാഭമില്ല. പിന്നെ ഞാൻ എന്തിനാണ് വേറൊരാൾ ചീത്തയാവണം എന്ന് കരുതുന്നത്? നന്നാവട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ എന്നെ അറിയാവുന്നവർക്ക് അറിയാം, അത് എന്റെ വിഷയമല്ല അവിടെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതാണ്. ഇപ്പം നാട്ടിൽ നിന്ന് ഒരാൾ വരികയാണ്. അപ്പൊ അയാൾ നാട്ടിൽ കാറ് മാത്രമേ ഓടിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ സാധാ ഒരു ലോറി ഓടിച്ചിട്ടുള്ളൂ. അപ്പൊ പുള്ളി വരിക, ഇതൊക്കെ എന്നെ കൊണ്ട് ഈസിയാണ്, ഇവിടെ വന്നിട്ട് എല്ലാം പഠിക്കാം, എല്ലാത്തിനും ട്രെയിനിങ് ഉണ്ട്. കാര്യം ഞാൻ അവരെയും കുറ്റം പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ പലരും, പല ഏജന്റുകളും പല ആൾക്കാരും സ്വപ്നം കാണിക്കുന്നത് വന്നിറങ്ങിയാൽ മതി, പിറ്റേന്ന് മുതൽ കാശ്. വന്നിറങ്ങുന്നതിന്റെ അന്ന് അക്കോമഡേഷനിൽ കൊണ്ടുപോകുന്നു, പിന്നെ പൈസ കിട്ടുന്നു, പിന്നെ ഇങ്ങനെ ചെയ്യുന്നു, നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു, എല്ലാം ഫ്രീ, ഫുഡും അക്കോമഡേഷനും ജോലി കയറുന്നവരെ എല്ലാം ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നം കാണിക്കുന്നു. ഇത് വിശ്വസിച്ച് എന്നെ പോലെ നിങ്ങളെ പോലെയൊക്കെയുള്ള സാധാരണക്കാർ വരുന്നുണ്ട്. അവർക്കോട് നമുക്ക് എന്താ പറയാനുള്ളത്? അതായത് നിങ്ങൾ വണ്ടി ഓടിച്ച് നിങ്ങൾക്ക് പരിചയമില്ലാതെ വന്നാൽ ഇവിടെ എല്ലാം പഠിപ്പിച്ച് കൈ റെഡിയാക്കി കൊടുക്കുകയാണോ? എന്താണ് അങ്ങനെ റെഡിയാക്കി കൊടുക്കുന്നില്ല. നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് വരുന്നുണ്ടെങ്കിൽ കുറച്ച് കാശ് ചെലവാക്കി പഠിച്ചിട്ട് കയറി വരാനേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതേപോലെ ഡ്രൈവറാണ്, എന്നെ കൊണ്ട് പറ്റും. 1 മണിക്കൂർ ക്ലാസ്സിന് ഞാൻ പോയി നോക്കിയപ്പോ നേരെ തല തിരിഞ്ഞിട്ടാ, എന്നെ കൊണ്ട് പറ്റണില്ല. അങ്ങനെ പിന്നെ അവിടെ കുറെ തവണ പോയിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ടും കുറെ നാള് ബുദ്ധിമുട്ടി. നമ്മളിത് നന്നായി പഠിച്ചിട്ട് തന്നെ അവിടെ നിന്ന് വരാം. കാരണം ഓടിക്കാൻ അറിയുന്ന പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടിൽ 1 മാസമെങ്കിലൊക്കെ ഇതിന്റെ പിന്നാലെ നടക്കുന്ന സമയം കൊണ്ട് 1 മാസമൊക്കെ ഒരു ലോറിയില് ട്രെയിലറിൽ തന്നെ പോകാൻ പോയി കഴിഞ്ഞാൽ ഏകദേശം അറിയാൻ പറ്റും. പിന്നെ പഠിക്കാൻ പോണോടത്ത് ചിലപ്പോ ഓപ്പൺ ആയിട്ടുള്ള ഇതാവും. ഇവിടെ ചെല്ലുമ്പോ ഫുള്ള് ഇതാവുമ്പോ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. സൈഡും മാറി സ്റ്റീറിംഗും മാറി വരുമ്പോ ആകെ ടെൻഷനായി. പിന്നെ വിചാരിച്ചോടത്ത് ഒന്നും നിൽക്കില്ല. അപ്പൊ നന്നായി പഠിച്ചിട്ട് വന്നാൽ ഇവിടെ ഇത്തിരി പണി കുറയും. പിന്നെ കൂടെ കൊണ്ടുപോകുന്ന ആൾക്കാരും നമ്മുടെ അധ്യാപകരല്ലാത്ത കാരണം അവർക്ക് നമ്മളെ കൊണ്ടുപോയാൽ മതി. പണി പഠിക്കണമെന്ന് അവർക്ക് പഠിപ്പിക്കണമെന്നില്ല. പിന്നെ നമ്മൾ അവരെയും ബുദ്ധിമുട്ടിക്കില്ല. കാരണം ഈ തണുപ്പത്ത് ഇറങ്ങി നിന്ന് അവര് ബാക്ക് നോക്കാൻ 2-3 പ്രാവശ്യമൊക്കെ ചെയ്തു തരും. കാരണം നമ്മൾ കമ്പനിയോ നമ്മളോ ആർക്കൊന്നും കൊടുക്കുന്നില്ല. കിട്ടാൻ വേണ്ടി പറയണതല്ല, അവര് നമ്മളൊന്ന് സഹായിക്കുന്നതാണ് കൂടെ ട്രെയിനിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പൊ അവരെ നമ്മൾ മാക്സിമം ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ നാട്ടിലുള്ളപ്പോ വിചാരിച്ച 1 മാസം 2 മാസമൊക്കെ ഇങ്ങനെ പോകുമ്പോ പഠിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ വന്നപ്പോ അത് മനസ്സിലായി. കാരണം നമുക്ക് പഠിപ്പിക്കാനായിട്ട് അവർക്ക് അധികം തരാൻ പറ്റില്ല. റാമ്പിലൊക്കെ കൊണ്ടുവന്ന് കയറ്റണ നേരത്ത് വേഗം ലോഡ് കയറ്റണം, അല്ലെങ്കിൽ അടുത്ത വണ്ടിക്കാരുണ്ടാവും. അപ്പൊ ഫോർക്ക് ലിഫ്റ്റർമാരായാലും വേഗം വായോ എന്നാ പറയാ. പിന്നെ ശനി ഞായറും മുടക്ക് കിട്ടിയിരിക്കുന്ന സമയത്ത് നമുക്ക് റിവേഴ്സ് ഇട്ട് കളിക്കാനായിട്ട് വണ്ടി അനക്കാൻ പാടില്ല. അപ്പൊ അന്നത്തെ ദിവസവും നമുക്ക് കിട്ടില്ല. പിന്നെ ഇങ്ങനെ പയ്യെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഒതുക്കണ നേരത്തൊക്കെ ഒന്ന് ട്രാക്കിലങ്ങനെ ഇടുമ്പോ ഒന്ന് നോക്കാം. അതിപ്പോ എല്ലാ നേരത്തും കിട്ടില്ല. അപ്പൊ മാക്സിമം നാട്ടിൽ നിന്ന് ഒരുവിധം പഠിച്ചു വന്നാൽ ഒരു 60-70% പഠിച്ചു വന്നാൽ ബാക്കി ഇവിടെ ഫുള്ളാക്കാം. തീരെ അറിയാണ്ട് വന്നാൽ ബുദ്ധിമുട്ടാവും. ഇപ്പൊ ചിലവർ അങ്ങനെ തീരെ അറിയാണ്ട് ഇവിടെ വന്നിട്ട് ആയിണ്ട്. പക്ഷെ അത് ചിലവർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും, ഭാഗ്യം പോലെ ഇരിക്കും. അത് കണ്ടിട്ട് ബാക്കിയുള്ളവര് 2 ദിവസം കൊണ്ട് കിട്ടുന്ന വിചാരിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. ചില കമ്പനികൾ വണ്ടി ഇട്ട് കൊടുത്തിട്ട് പഠിച്ചോന്ന് പറഞ്ഞു കൊടുക്കുന്ന കമ്പനികളുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ റൂൾസ് ആണ് പഠിപ്പിക്കുന്നത്. വണ്ടി ചിലപ്പോൾ ഓടിക്കാൻ വരെ തരില്ല, എല്ലാം കഴിയുമ്പോഴോ വണ്ടി തരാം. എന്നിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ അവര് പൊക്കോളാൻ പറയും. അപ്പൊ ആ വന്ന ആളുടെ ഒരു 3-4 മാസം പോയി. പിന്നെ വേറെ കമ്പനിയിലെ വർക്ക് പെർമിറ്റ് അപേക്ഷിക്കുന്ന അതിന് സമയം എടുക്കും. അങ്ങനെ കുറെ പെട്ട ആൾക്കാരും ഉണ്ട്. എല്ലാം നേരിട്ടുള്ള അറിവിൽ അങ്ങനത്തെ ഒരു പയ്യനുണ്ട്. കാര്യം പുള്ളിക്ക് ലൈസൻസ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പുള്ളി അതിനുശേഷം നാട്ടിൽ പോയിരുന്നു, നാട്ടിൽ തിരിച്ചു വന്ന് പുള്ളിക്ക് ഇപ്പോഴും പുള്ളി കോൺഫിഡന്റ് അല്ല സ്വന്തമായി ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കാന്നുള്ളത്. പുള്ളി എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒറ്റയ്ക്ക് ഓടിക്കാൻ പറ്റില്ല. നല്ലൊരു പയ്യനാ. എനിക്ക് ഒരാളും കൂടെ ഉള്ള 2 വണ്ടി ഡ്രൈവറുള്ള കമ്പനിയിൽ ഒരു ജോലി റെഡിയാക്കി തരും. ഞാൻ പറഞ്ഞു എന്റെ അറിവിൽ അങ്ങനെ ഇല്ല. എന്ന് കാര്യം നമ്മൾ ഒരാളെയും ചതിക്കാൻ പറ്റില്ല. എന്നെ ഇപ്പം അടുത്ത സമയങ്ങളിൽ കഴിഞ്ഞ ആഴ്ച മാൾട്ടയിൽ നിന്നൊരു സുഹൃത്ത്, എന്റെ ഒരു അടുത്ത ഇതേപോലെ ഒരു സഹോദരി തുല്യ ബന്ധമുള്ളൊരു സുഹൃത്താ. ആ സുഹൃത്തും വിളിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആ കമ്പനിയിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ എനിക്ക് ട്രക്ക് ഡ്രൈവറായിട്ട് കൊണ്ടുവരാം. കാര്യം എനിക്ക് നിങ്ങളെ ട്രെയിൻ ചെയ്യാൻ പറ്റും. ഞാനത് ഇല്ലാത്ത വർഷം അത് പറ്റില്ല എന്ന് പുള്ളിക്ക് അത് കാര്യം മനസ്സിലായി. അപ്പൊ എല്ലാവർക്കും അങ്ങനെ മനസ്സിലാവണമെന്നില്ല.
അപ്പൊ ഇതെല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഇതൊരു നല്ല അറിവായിക്കൊള്ളട്ടെ എന്ന് കരുതി നമ്മളൊരു ചെറിയ ഇന്റർവ്യൂ നടത്തി. ഇനിയും ഷിൻഡോയെ കിട്ടും, അതേപോലെ നമ്മുടെ മറ്റു സുഹൃത്തുക്കളെയും കിട്ടും. അപ്പോൾ നമ്മൾ വീണ്ടും ഇതേപോലെ പുതിയ പുതിയ അറിവുകൾ പങ്കുവയ്ക്കാം. ഇതൊരു ഷോർട്ട് ഇന്റർവ്യൂ ആയിട്ട്, എന്നാലും ഞാൻ അത്യാവശ്യം ടോപ്പിക്കുകൾ കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ എല്ലാ പ്രാവശ്യവും പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. എല്ലാവരും പഠിച്ച് അത്യാവശ്യം അറിവോടുകൂടി വരട്ടെ. പിന്നെ പൈസ കൊടുത്ത് വഞ്ചിക്കപ്പെടാതിരിക്കട്ടെ. എല്ലാ ഏജന്റുമാരും സത്യസന്ധന്മാരെല്ലാവരും മനുഷ്യരാണ്. അവർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവർ പറയുന്ന സമയത്ത് നടക്കണമെന്നില്ല. അവരും നിങ്ങളെ പ്രതീക്ഷിച്ച് വേറൊരു കമ്പനിയുടെ കാര്യം പ്രതീക്ഷിച്ചായിരിക്കും നിങ്ങളോട് പറയുന്നത് ഇത്രാം തീയതി സാധനം കിട്ടും, ഇത്ര മാസത്തിനകം പോവാം. പക്ഷെ അതൊന്നും സമയത്ത് നടക്കണമെന്നില്ല. അപ്പൊ ഞാനിപ്പം ഇനി ഇത് പറഞ്ഞതുകൊണ്ട് ചേട്ടൻ ഏതെങ്കിലും ഏജന്റിനെ റെക്കമെൻഡ് ചെയ്യുമെന്നും പറഞ്ഞു വരണ്ട. ഞാനൊരു ഏജന്റിനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ആരെയും വിശ്വസിക്കില്ല. അവരും വേറെ ആൾക്കാരുടെ വാക്ക് കണ്ട് വീണിട്ട് അവരും ചതിക്കപ്പെടുന്നതാ. ഒരുപാട് ഏജന്റുമാരെ അങ്ങനെ പറ്റിച്ചു പോയിട്ടുണ്ട്. അവര് പറ്റിച്ചു പോണതായിരിക്കില്ല, അവരെ വേറെ ആൾക്കാർ പറ്റിച്ചു പോണതോ. സ്വാഭാവികമായി അവർക്ക് നാട്ടിൽ നിൽക്കാണ്ട് മുങ്ങേണ്ട അവസ്ഥ വരും. അവര് കള്ളന്മാരാവും. അങ്ങനെ പല ആൾക്കാരായിട്ട് ആർക്കും ആരെയും സഹായിക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ വന്നാലും വല്ലതും ചെയ്തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ പറയോ നമ്മൾ വന്നു, നീ ഇനി നമ്മൾ വരാണ്ടിരിക്കാൻ വേണ്ടി നീ പറയണത്. സ്വാഭാവികമായും പറയാല്ലേ ആരോട്. സ്വാഭാവികമായും ജനങ്ങളുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ പോലെയല്ലേ, അവിടെ വന്നു കഴിഞ്ഞാൽ ഷിൻഡോനെ അവിടെ കാണാം, അല്ലെങ്കിൽ അയാളെ ഇവിടെ കാണാം. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഷിൻഡോ വണ്ടിയായിട്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഷിൻഡോ എവിടെയാണെന്ന് ആർക്കറിയാം. ഇപ്പൊ ഷിൻഡോ എന്നെ വിളിച്ചു, ഞാൻ 35 കിലോമീറ്റർ അപ്പുറത്ത് കാർ ഓടിച്ച് വന്നിട്ട് ആ ഷിൻഡോയെ കാണുന്നത്. ഇതല്ലാതെ ഇവിടെ ഈ ഷിൻഡോ വണ്ടി ഇട്ടേക്കുന്ന ഈ അടുത്തുള്ള നഗരങ്ങളിലോ ഗ്രാമങ്ങളിലോ എവിടെയും ഒരു ഇതില്ല ഷിൻഡോയെ പോയി കാണാനോ അല്ലെങ്കിൽ വണ്ടി കയറി പോകാനോ ബസ്സിൽ കയറി പോകാനോ. റോഡൊന്ന് ക്രോസ് ചെയ്യാൻ വരാൻ അനുവാദമില്ല. വണ്ടിയുടെ ഉള്ളിൽ ഇരിക്കുക, അല്ലെങ്കിൽ മറ്റേ ജാക്കറ്റ് ഇട്ടൊന്ന് നടക്കാൻ വേണമെങ്കിൽ പാർക്കിങ്ങിൽ. പിന്നെ പുറത്തിറങ്ങണമെങ്കിൽ നമുക്ക് അറിയുന്ന വല്ലവരും ഇങ്ങനെ കാർ കൊണ്ട് വന്നാൽ അതിൽ നമുക്ക് എവിടേക്കാണെങ്കിൽ പോവാം. അല്ലാണ്ട് ഇപ്പൊ ജർമ്മനിയിലാണ്, ഫ്രാൻസിലാണ്, അന്ന് അവരുടെ അടുത്തേക്ക് അവരവിടെ ഉണ്ട് ഇവരവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടേക്കും പോകാൻ പറ്റും. അവർക്ക് വേണമെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരാം. നമ്മൾ വണ്ടിയിലുള്ള ജീവിതം മാത്രം. പിന്നെ തപ്പിപ്പിടിച്ച് മറ്റേ കാശൊക്കെ ആവുമ്പോ അതേപോലെ ടാക്സിയൊക്കെ വിളിച്ച് പോണെങ്കിൽ പോവാ. അപ്പൊ തുടക്കമായ കാരണം നമുക്ക് അതിനുള്ള പാകില്ല. പക്ഷെ ടാക്സി നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ കിട്ടത്തില്ല. നമുക്ക് അവിടുത്തെ ആപ്പ് അറിയണം, അല്ലെങ്കിൽ ടാക്സി കമ്പനി അറിയണം, നമ്പർ അറിയണം. എമർജൻസി നമുക്ക് പെട്ടെന്ന് നടക്കാതെ. പിന്നെ എമർജൻസി എന്ന് വന്നാൽ വണ്ടിക്ക് ഇപ്പൊ ഒരു ഫയർഫോഴ്സിനെ പോലീസിനെ വിളിക്കാനേ പറ്റൂ. അത് വിളിച്ചിട്ട് നമുക്ക് നമ്മളെ സ്വന്തം കാര്യത്തിന് പോകാൻ പറ്റില്ലല്ലോ. വണ്ടിക്ക് എമർജൻസി വന്ന് നമുക്കൊരു ഹെൽത്ത് എമർജൻസി വന്നാൽ നമുക്ക് വിളിക്കാം, അല്ലാണ്ടൊന്നും നടക്കില്ല. ഉള്ളേരിയയിലൊക്കെ പാർക്കിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അങ്ങനെ വണ്ടി വിളിക്കാൻ നടക്കാവുന്ന വഴികളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളുവഴിയിലൊക്കെ നടക്കാൻ പറ്റും. ഇപ്പൊ ഹൈവേയിലായാണ് ഇങ്ങനെ നടക്കാൻ പറ്റാത്ത. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നടന്നിട്ട് അത്യാവശ്യം ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അത് നമുക്ക് പാർക്കിംഗ് ഒക്കെ എടുക്കണ പോലെ ഇരിക്കുക. അത് പതുക്കെ അറിവുകൾ ഇങ്ങനെ വളർന്ന് നമ്മൾ ഇന്ന സ്ഥലത്ത് പോയിട്ടാ നടക്കാൻ പറ്റും. അങ്ങനെ പതുക്കെ തുടക്കാവുമ്പോ നമുക്ക് അതിനുള്ള അറിവുകളായിട്ടില്ല. പയ്യെ ആവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പൊ ദൈവത്തിന്റെ സഹായം കൊണ്ട് നമുക്ക് ഈ ഇങ്ങനൊരു ചെറിയ അഭിമുഖം കിട്ടിയതും വളരെ ഭാഗ്യമാണ്. ഷിൻഡോയുടെ അനുഭവം നമ്മൾ പങ്കുവച്ചു. അപ്പൊ ഷിൻഡോയെ നമ്മൾ ഇനിയും കാണും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുന്നവരെ നമ്മൾ തൽക്കാലം ഇതിലൂടെ നിർത്തിയാണ്. അപ്പൊ ഷിൻഡോ, നന്ദി, നമസ്കാരം. നമസ്കാരം. നന്ദി സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും വരുന്നതാണ്.